അധ്യാപകരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു വിദ്യാർത്ഥിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. അതിനെക്കുറിച്ച് രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് പൊതുസമൂഹം മുന്നോട്ട് വെച്ചത്. ഒന്ന് വിദ്യാർത്ഥിയെ അനുകൂലിക്കുന്നവരും മറ്റൊന്ന് അധ്യാപകരെ അനുകൂലിക്കുന്നവരുമായിരുന്നു. അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ചേട്ടാ അപ്പം നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത്. ഈ അനുകൂലിക്കുന്നവരും പ്രതികരിക്കുന്നവരും വിഭാഗം ഉണ്ടായിരുന്നു. ഒരു വിഭാഗം പറയുന്നത് ആ കുട്ടി ചെറിയ കുട്ടിയാണ്, പറഞ്ഞ് തിരുത്തേണ്ട പ്രായം, അവന് പ്രായത്തിൽ ആ ഒരു പക്വതയില്ലാത്ത പ്രായമാണ്, അതുകൊണ്ട് ചിലപ്പോൾ പറഞ്ഞു. പക്ഷേ ആ പറഞ്ഞത് തെറ്റ് തന്നെയാണ്. പക്ഷേ അത് വേറൊരു പ്രശ്നം പറഞ്ഞാൽ ആ ഒരു പ്രായത്തിൽ സംഭവിച്ച തെറ്റ് കൂടുതൽ ആളുകളിലേക്ക് എത്തുമ്പോൾ അവൻ്റെ മനസ്സിലുണ്ടാകുന്ന കൂടുതലൊരു വൈരാഗ്യബുദ്ധിയാണ് വരുന്ന നേരം. വലുതായി കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ മനസ്സ് മാറില്ലെന്ന ഈ പ്രായത്തിൽ ഇത്തരം ചെറിയ തെറ്റ് തിരുത്തി എടുക്കാവുന്നതേ ഉള്ളൂ പറഞ്ഞിട്ട്. പക്ഷെ അതിന് പകരം ഇത് വൈറലായിട്ട് പ്രചരിപ്പിക്കുമ്പോഴും ഉണ്ടാകുന്ന വേറൊരു നെഗറ്റീവായിട്ടൊരു ഇമ്പാക്റ്റാണ് വരുന്ന പയ്യന്. പക്ഷെ എന്തായാലും അവനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തെറ്റുപറ്റി, ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണെന്ന് ആ പയ്യൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ അനുകൂലിക്കുന്നവർ അല്ലെങ്കിൽ ആ പയ്യൻ, ആ ചെറിയ കുട്ടി അവൻ പറഞ്ഞത് ശരി അല്ലെങ്കിൽ അവനെ മാറ്റിയെടുക്കാം എന്ന് പറയുന്നവര്, എനിക്കെപ്പോഴും തോന്നിയ ഒരു കാര്യം, ഇപ്പൊ ഈ ആ കുട്ടി പുറത്തിറങ്ങി പറയാണ് എന്നെ മെന്റൽ ഹരാസ്മെന്റ് ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ എന്നെ ഹരാസ്മെന്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വിഭാഗം മുഴുവനും ആ കുട്ടിയുടെ ഒപ്പം നിൽക്കും. പക്ഷെ അപ്പൊ അധ്യാപകർക്ക് അവിടെ മറ്റു മാർഗങ്ങളില്ല. ഒരു പക്ഷെ അവർ അതുകൊണ്ടായിരിക്കില്ലേ അതിനും കാരണം ആദ്യം എന്താണ് ഉണ്ടായത് നമുക്ക് ആർക്കും അറിയില്ല. ഈ കുട്ടി ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന പോലെ നമ്മൾ കാണുന്നത്, മൊബൈൽ ഫോൺ ചോദിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ ഞാൻ സാറിന് അങ്ങനെ അതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഈ സാറോ അല്ലെങ്കിൽ അവിടുത്തെ വേറെ ഏതെങ്കിലും സ്റ്റാഫോ ഈ കുട്ടിയുടെ അടുത്ത് വളരെ മോശമായിട്ട് ചിലപ്പോൾ പെരുമാറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വാക്കുകൾ ഉപയോഗിച്ചോ നമുക്കറിയില്ല. കാരണം അവരെടുത്ത വീഡിയോയിൽ പിന്നീടുള്ള രംഗങ്ങൾ മാത്രമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് അത് പ്രചരിപ്പിക്കുന്നതിന് എതിര് പറയുന്നത്. സത്യം എന്താണെന്ന് അറിയാണ്ട് ഇപ്പോൾ ഈ വിനായകരുടെ സംഭവത്തിൽ വിനായകൻ തെറ്റുകാരനല്ലെന്നല്ല, പക്ഷേ അതിന് മുമ്പ് എന്താണ് ഉണ്ടായത് നമുക്കറിയില്ല. അയാൾ ചീത്ത വിളിക്കുന്നു, അയാളുടെ ബാൽക്കണിയിൽ നിന്ന് തുണി, അതൊക്കെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അങ്ങനെ ഒരു പ്രകോപനം എവിടെ നിന്നാണ് ഉണ്ടായത്? വെറുതെ ഒരാളെ ചീത്ത വിളിക്കില്ലല്ലോ. അതുപോലെ ഈ കുട്ടിയുടെ ഞാൻ പറയാം, അവനെ എന്തെങ്കിലും മാനസികമായിട്ട് അത്രയ്ക്ക് വിഷമം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു വാക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ. അതുണ്ടാവാൻ നമുക്കറിയില്ല അതിന്റെ പിന്നിലത്തെ എന്താണ് സംഭവം എന്നുള്ളത്. പക്ഷെ എന്നാൽ പോലും ഇപ്പോഴത്തെ കുട്ടികൾ ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് പല രീതിയിലും നമുക്ക് പ്രതികരിക്കാം. ഇപ്പൊ ആ കുട്ടി വളരെ മാന്യമായിട്ട് അല്ലെങ്കിൽ സാർ അങ്ങനെ പ്രതികരിക്കാവുന്ന ഒരു അവസ്ഥയുണ്ട്. അതല്ല ഇത്രയും മോശമായിട്ട് അധ്യാപകനെ പുറത്തേക്ക് ഇറങ്ങിയാൽ കൊന്നുകളയും. അപ്പൊ അവരുടെ മാനസികാവസ്ഥ ആ ഒരു തരത്തിലേക്ക് പോയി എന്ന് വേണ്ടി നമ്മളിപ്പോൾ ചിന്തിക്കുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെ മാറിയിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പല വീഡിയോകളും കുട്ടികൾ കാണുന്നത് ഒരുമാതിരി സമൂഹത്തെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള വീഡിയോകളാണ്. പണമുണ്ടെങ്കിൽ എന്തും ചെയ്യാം, ലഹരി മരുന്നിനൊക്കെ അടിമപ്പെടുന്നുണ്ട്. സിനിമകളിലും അങ്ങനെയുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് പിള്ളേരെ സ്വാധീനിക്കും. അതിൻ്റെ ഒരു സംസാരത്തിൻ്റെ ശൈലി അതിനകത്ത് വന്നിട്ടുണ്ട്. ശരിക്കും ഒരു ഭീഷണി തന്നെയാണ് പറയുന്നത്, പക്ഷേ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ പറയുന്നതിൽ കൃത്യമായൊരു ഭീഷണിയുണ്ട്. സാറിനെ പുറത്തിറങ്ങിയാൽ മർദ്ദിക്കും അല്ലെങ്കിൽ കൊല്ലും, ആ രീതിയിലാണ് പറയുന്നത്. ചെറിയ കുട്ടിയാണ്, പക്ഷേ സംസാരത്തിൻ്റെ രീതി ഒരു ഗാങ്സ്റ്റർ പറയുന്ന പോലെയാണ് പറയുന്നതാണ്. ഇനി എൻ്റെ പുറകെ ആളുണ്ട്, ഞാൻ വലിയ ടീമാണെന്നുള്ള മറ്റാണ് സംസാരിക്കുന്നത്. അതിപ്പോ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ അവര് കാണുന്ന കാര്യങ്ങളെല്ലാം അത്തരത്തിലുള്ളതാണ്. അതാണ് കാരണം പ്രതികരണശേഷി കൂടുതലുള്ളവരാണ് ഇപ്പോഴത്തെ ചെറിയ യുവതലമുറ എന്ന് പറയുന്നത്. പക്ഷെ ആ പ്രതികരണശേഷി ഏത് രീതിയിൽ, അതൊക്കെ ഒരു പക്ഷേ നമ്മൾ സ്കൂളുകളിൽ നിന്ന് തന്നെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും അത് ചെറുപ്പത്തിലേ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഈ കൂട്ടുകാരും സംഘബലം എന്നുള്ളത് നല്ല കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കേണ്ടത്. നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും കാര്യത്തിന് ഉപകാരപ്പെടുന്ന കൂട്ടുകാരുണ്ടാവും. പക്ഷേ ഇതൊക്കെ ഈ കുട്ടിയുടെ ആ കാഴ്ചപ്പാടല്ലെങ്കിൽ ആ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ അവൻ്റെ കൂട്ടുകാർ ഒരു ക്രിമിനൽ ഗ്യാങ്, ആ രീതിയിൽ ഗ്യാങ് ഉണ്ട്, ഞങ്ങൾ ആ രീതിയിലാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ രണ്ട് രീതിയിലുള്ള കുട്ടികളുണ്ട്. കൂട്ടുകെട്ടിന് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നവരുണ്ട്, അല്ലാണ്ട് ഇതുമാതിരിയുള്ള കുറച്ച് ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്ന പിള്ളേരുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരുപാട് പിള്ളേരുണ്ട്, പല സ്കൂളിലും ഉണ്ടായിട്ടുണ്ട് പിള്ളേർ. പക്ഷെ അതിനൊക്കെ തിരുത്തേണ്ട ഒരു വിഭാഗമാണ് അധ്യാപകർ. അവർ ആ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുക എന്നുള്ളതൊരു തെറ്റ് തന്നെയാണത്. കാരണം അത് മോശമായ ഒരു പിക്ചറാണ് പുറത്തുള്ളവർക്ക് കൊടുക്കുന്നത്. ഈ കുട്ടി അവർക്കൊന്ന് വീഡിയോ എടുത്തെങ്കിൽ അവർക്ക് കയ്യിൽ വെക്കാമായിരുന്നു എന്തെങ്കിലും കാര്യത്തിന്. ഈ ചെക്കൻ ഒരിക്കലും നന്നാവില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇത് അപ്പം തന്നെ സാധനം വൈറലായി മാറുന്ന സാധനം. അതും ഒരു വിഭാഗം പറയുന്ന സത്യമാണ്. അവനെ തിരുത്താനുള്ള ഒരു അവസരം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ ആ ഒരു കാറ്റഗറൈസ് ചെയ്യപ്പെടുമെന്നുള്ളത് ആ ഒരു ചെറിയ പ്രായത്തിൽ അവന്റെ ഉള്ളിൽ അത് പതിഞ്ഞു പോകുന്നുണ്ട്. ആ ഒരു ആദ്യം വീഡിയോ എല്ലാവരും പറഞ്ഞതല്ലേ, ഒരു കുട്ടി ഇങ്ങനെ ആവുമോ, അവൻ ക്രിമിനൽ മൈൻഡുള്ള അവനാണ്, അവനെ പ്രിൻസിപ്പലിനെ വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ കൊലവിളിയാണ് നടത്തിയെന്നുള്ളത്. പക്ഷേ പിന്നീട് ആ സംഭവത്തിൻ്റെ സീരിയസ് അത്ര ഉണ്ടാവില്ലെന്ന് തന്നെയാണ് മനസ്സിലാവണം. കാരണം അവന് തെറ്റ് മനസ്സിലായിട്ടുണ്ട്. ആ നേരത്തെ വിഷമം കൊണ്ട് പറഞ്ഞാൽ പിള്ളേർക്ക് മൊബൈൽ എന്ന് പറഞ്ഞപ്പോൾ ജീവനെ പോലെ അഡിക്ഷനാണ്. അപ്പോൾ അവൻ്റെ മൊബൈൽ പിടിച്ചു വെച്ചാൽ അത് കൊടുക്കാത്തതിനോട് വല്ലാത്തൊരു ദേഷ്യവനുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പുറത്ത് എന്തെങ്കിലും പ്രകോപനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതികരണമായിരിക്കും ചിലപ്പോൾ വന്നത്. അത് എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല.
പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു ചർച്ചയിലൂടെയോ അല്ലെങ്കിൽ കുറച്ച് ദിവസം ന്യൂസിലൊക്കെ വന്നതിന് ശേഷം അതങ്ങ് ഇല്ലാതായി പോവുകയാണ്. ഇതിനൊരു പരിഹാരം ഇനി ഇതുപോലത്തെ ഒരു സംഭവം നാളെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് എല്ലാവരും ഇതിനെപ്പറ്റി പ്രതികരിക്കാറ്. പക്ഷെ ഈ ഒരു സംഭവത്തിന് അടിസ്ഥാനമാക്കി ഇതിനെ എങ്ങനെ നമ്മുടെ പാഠ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തന്നെ എങ്ങനെയാണ് കുട്ടികൾക്കൊരു ബോധവൽക്കരണം നടത്താം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനിയെങ്കിലും ഉയർന്നു വരേണ്ട ഒന്ന് തന്നെയാണല്ലേ? തീർച്ചയായിട്ടും അത് സ്കൂൾ തലത്തിൽ തന്നെ ഉണ്ടാവേണ്ടതാണ്. പിള്ളേർക്ക് ഒരു വീണ്ടും വിചാരം അല്ലെങ്കിൽ നല്ലൊരു ബുദ്ധി കുറച്ച് ഒരു സമയത്ത് ആ സമയത്ത് കിട്ടുന്ന ഉപദേശങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിലേക്ക് പിന്നെ നല്ല കാര്യങ്ങളിലേക്കും ചീത്ത കാര്യങ്ങളിലും നയിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് വ്യക്തമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, നമ്മളെ ഒരു സമൂഹബോധമുള്ള ഒരു പൗരനാക്കി മാറ്റിയെടുക്കുക. അതൊക്കെ അധ്യാപകരുടെ കടമ. പാഠപുസ്തകങ്ങൾ മാത്രമല്ല, ആ കാര്യം കൂടി അവർ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. വാസ്തവത്തിൽ പുസ്തകത്തിലെ ടെക്സ്റ്റ് എക്സാമിനുള്ള ക്വസ്റ്റ്യൻ മാത്രമല്ല, അതിന് കൂടെ പൊതുസമൂഹത്തിൽ എങ്ങനെ പെരുമാറണം. നമുക്കൊരു ഡോക്ടർ എപ്പോഴും ഇന്റർവ്യൂ തരാറുണ്ട്, ഒരു സൈക്കോളജിസ്റ്റ് ആണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് 7 വയസ്സ് വരെയാണ് കുട്ടികളുടെ മാനസികവും ആ ഒരു വികാസം വരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രാസ്പ് ചെയ്യുന്നതും അവർ രജിസ്റ്റർ ചെയ്യുന്നതും ആ ഒരു പ്രായത്തിലാണ്. അപ്പൊ ആ ഒരു പ്രായത്തിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള ബോധം കുട്ടികളിൽ പകർന്നു കൊടുക്കേണ്ട ഒന്ന് തന്നെയാണ് അല്ലേ? ഈ ഒരു വിദ്യാഭ്യാസത്തിന്റെ ഒരു പോരായ്മ, ആ ഒരു പാഠ്യപദ്ധതിയുടെ ഒരു പോരായ്മ അവിടെ ഭയങ്കരമായിട്ടുണ്ടല്ലേ? നമ്മൾ പഴയ എന്തൊരു പഴഞ്ചൊല്ലി പറയില്ലേ, കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല. കതിരാവുന്നതിന് മുമ്പ് അതെങ്ങനെയാണ് വളർന്നു വരുന്നത്, നല്ല രീതിയിൽ വളരാൻ വേണ്ടിയാണ് വളം ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു വളം എന്ന് പറഞ്ഞത് അവരെ ബോധവൽക്കരിക്കേണ്ടത് തീർച്ചയായിട്ടും വീട്ടുകാരുണ്ട്, അധ്യാപകരും കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ മൊബൈൽ നിരോധനം അത് സ്കൂളിൻ്റെ റൂൾ ആൻഡ് റെഗുലേഷൻ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വിദ്യാർത്ഥികൾ പാലിക്കണം. മൊബൈൽ കൊണ്ടുവരാൻ പാടില്ല. അതെ, വീട്ടുകാർ ശ്രദ്ധിക്കേണ്ടതാണ്. അത് പിന്നെ ഇപ്പോഴത്തെ വിദ്യാർത്ഥികളെ എവിടെയാണ് മൊബൈൽ വെച്ച് കൊണ്ടുവരുന്നത്, അത് വീട്ടുകാർക്കും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഒരു കാര്യം, എപ്പോഴും അധ്യാപകർ എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൽ 30-40 കുട്ടികളുണ്ടാവും. ഇവര് ഒരു മണിക്കൂറായിരിക്കും ഒരു അധ്യാപകൻ ഒരു ക്ലാസ്സിൽ നിൽക്കുക. അപ്പൊ ഈ ഒരു മണിക്കൂർ ഇവര് എല്ലാവരുടെ മേലും അധ്യാപകനെ കണ്ടെത്തുക എന്ന് പറയുന്നത് പലപ്പോഴും പോസിബിൾ ആവണമെന്നില്ല. ആവണം എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ പോലും അപ്പോൾ വീട്ടിൽ 1-2 മക്കളുള്ളപ്പോൾ അവരെ ശ്രദ്ധിക്കാൻ മാതാപിതാക്കൾ തന്നെയാണ് ഒരു പരിധിവരെ ശ്രദ്ധിക്കേണ്ടതല്ലേ? അതേ ഉള്ളൂ. കാരണം ഈ 40 പേരിലേക്ക് ഒരാളെ പ്രത്യേകം നിരീക്ഷിക്കാൻ അധ്യാപകർക്ക് ചിലപ്പോൾ കഴിഞ്ഞു വരില്ല. പക്ഷേ ഈ രീതിയിൽ പ്രശ്നക്കാരാണെന്നുള്ള കുട്ടികളെ കുറച്ചുപേരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവരെങ്കിലും അവർ നിരീക്ഷിക്കണം ഇനി മുതൽ. കാരണം ഈ മെയിൻ സ്ട്രീമിൽ നിന്ന് മാറിപ്പോകുന്ന വിദ്യാർത്ഥികളെ അവരെ തിരിച്ചുകൊണ്ടുവരാനാണ് അവർ നോക്കേണ്ടത്. സാധാരണക്കാരെ അവർക്ക് ഇത്രയും കയറേണ്ട ആവശ്യമില്ല. അവർ വന്ന് പഠിക്കുന്നു പോകുന്നു. പക്ഷേ ചില പ്രശ്നക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ അങ്ങനെ ഒരു മാനസികമുള്ള പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ഉപദേശങ്ങളും കൊടുത്ത് അവരെ കുറച്ചുകൂടി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇതുപോലുള്ള ചിന്തകൾ മാറ്റാൻ വേണ്ടി ഇവർ തന്നെ മുൻകൈ എടുക്കണം, അധ്യാപകരും വീട്ടുകാരുടെ ഒപ്പം തന്നെ. അധ്യാപകർക്കും പൊതുസമൂഹത്തിനും അതുപോലെ ഇത് പ്രചരിപ്പിച്ചവർക്കും ഇതിങ്ങനെ പാസ് ചെയ്ത് എല്ലാവർക്കും ഒരു ഹരമായിരുന്നു. നമ്മളുടെ വീട്ടില് ഒരു അപകടം ഉണ്ടാകുന്നത് വരെ നമുക്ക് ഇതിന്റെ രസമാണ്. അതുപോലെ എല്ലാവരും ഇതിങ്ങനെ ഫോർവേഡ് ചെയ്ത് പോയ കാര്യമാണ്. ആ കുട്ടിയുടെ വീട്ടിലും അവന്റെ അച്ഛനും അമ്മക്കും അത് കാണുമ്പോൾ ഭയങ്കര ഒരു വിഷമം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും നമ്മളെ വീട്ടിൽ നിന്ന് അവനുണ്ടാവും. ഇപ്പൊ ശരിക്കും അവന് പശ്ചാത്താപം ഉണ്ടാവും അന്നങ്ങനെ പറഞ്ഞു പോയതിൽ. ആ വീട്ടുകാർക്ക് ഉണ്ടാവും. നമ്മുടെ മകൻ സ്കൂളിൽ പോയിട്ട് ലോകം മൊത്തം ഈ വീഡിയോ വഴി അവന്റെ സ്വഭാവം പുറത്തെറിഞ്ഞില്ല എന്നുള്ള ഒരു ഭയങ്കരമായ ചിന്ത ഉണ്ടാവുമായിരിക്കും. ഏതായാലും ഈ ഒരു ഇതുകൊണ്ട് അവനും മനസാന്തരം ഉണ്ടാവട്ടെ, അവൻ ആ പശ്ചാത്തലത്തിൽ ഉണ്ടായി എന്നാണ് നമ്മൾ അറിയുന്നത്. ഇപ്പൊ ഇന്ന് വന്ന വാർത്തയിൽ അവന് തെറ്റുപറ്റി പോയി മാപ്പ് പറയാൻ തയ്യാറാണെന്നൊരു വാർത്ത കണ്ടിരുന്നു. അവനുള്ളിൽ നിന്ന് തന്നെ അധ്യാപകർക്കും അവനോട് അതെ, യാന്ത്രികമായിട്ട് ഈ വാർത്ത വൈറലായതുകൊണ്ട് വന്നത് അവൻ മനസ്സിലാക്കിയിട്ട് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് പറയുന്നെങ്കിൽ അതാണ് ഏറ്റവും നല്ല കാര്യം. തീർച്ചയായും. അതുപോലെ അധ്യാപകർക്കും ഇനിയെങ്കിലും ഈ ഒരു പ്രായത്തിലുള്ള കുട്ടിയുടെ മാനസികാവസ്ഥ അറിഞ്ഞ് പെരുമാറാൻ അവർക്കും പറ്റട്ടെ അല്ലേ? എന്ത് ക്രിമിനൽ കുറ്റം എന്തായാലും വീഡിയോ തെളിവാണ്. പക്ഷെ അത് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് തെറ്റ്. വീഡിയോ എടുത്തു വെച്ചാൽ ആരും കുറ്റം പറയുന്നില്ല. ചിലപ്പോൾ നാളെ എന്തെങ്കിലും കാര്യത്തിനൊരു ക്രിമിനൽ റെക്കോർഡായിട്ടുണ്ട്, അതിനെ വീഡിയോ എടുത്തു നോക്കാം. അത് പ്രശ്നം സ്കൂളിലെ സ്റ്റാഫ് റൂമിൽ നടന്നൊരു സംഭവമാണ്. വീഡിയോ എടുക്കുന്നതിന് തെറ്റില്ല. പക്ഷെ അത് പ്രചരിപ്പിക്കുന്നത് ഒന്നുകൂടി ആലോചിച്ച് വേണം. അപ്പോൾ 2 കൂട്ടർക്കും അതിനെപ്പറ്റി ഒരു പുനർവിചിന്തനം ഉണ്ടാവട്ടെ എന്ന് പറയാം.